കേരള സർവകലാശാല വിസിയെ കടന്നാക്രമിച്ച് ദേശാഭിമാനി എഡിറ്റോറിയൽ. മോഹനൻ കുന്നുമ്മൽ RSSന്റെ ദാസ്യപ്പണിയെടുക്കുകയാണ്. സംഘപരിവാർ ഏജന്റായി പ്രവർത്തിച്ച് സർവകലാശാലയെ തകർക്കുകയാണ് വിസിയുടെ ലക്ഷ്യം. സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടാൻ ഗവർണറും ശ്രമിക്കുന്നു. രാജ്ഭവൻ RSS ശാഖയല്ലെന്ന് ഗവർണറും ശിങ്കിടികളും മനസ്സിലാക്കണമെന്നും എഡിറ്റോറിയലിൽ വിമർശനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സെലബ്ദീനാണ് ചേരുന്നത്. സെയ്ഫ, അതിരൂക്ഷമായ വിമർശനമാണോ കേരള സർവകലാശാല വിസിക്കെതിരെ ദേശാഭിമാനി എഡിറ്റോറിയലിലുള്ളത്? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് RSSും CPMും തമ്മിലുള്ള പോര് നടക്കുന്നുണ്ട്. അത് രാജ്ഭവനുമായി ബന്ധപ്പെട്ടായാലും സർവകലാശാലയുമായി ബന്ധപ്പെട്ടായാലും എല്ലാം വലിയ പ്രതിഷേധങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വേണം ദിവ്യ ഇന്നത്തെ ദേശാഭിമാനി എഡിറ്റോറിയലിനെ കാണാൻ. മോഹൻ കുന്നുമ്മൽ, അത് കേരള സർവകലാശാല വിസി, അദ്ദേഹം RSSന്റെ ദാസ്യപ്പണി എടുക്കുന്നു എന്നുള്ളതാണ് CPMന്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന്. സർവകലാശാല വിസി ആകാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത ആളാണ് അദ്ദേഹം. സംഘപരിവാറിന്റെ ഏജന്റായി പ്രവർത്തിച്ച് സർവകലാശാലയെ തകർക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന കടന്നാക്രമണം CPM ഈ ദേശാഭിമാനിയിലൂടെ നടത്തുന്നുണ്ട്. സംഘപരിവാർ ഉദ്ദേശത്തോടെ സർവകലാശാലയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയാണ് വിസി ചെയ്യുന്നത് എന്നുകൂടി ദേശാഭിമാനി കടന്ന് പറയുന്നുണ്ട്. സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടാൻ വേണ്ടി ചാൻസലർ കൂടിയ ഗവർണർ ശ്രമിക്കുകയാണ്. രാജ്ഭവൻ എന്നത് RSSന്റെ ശാഖയല്ലെന്നും ഗവർണറും ശിങ്കിടികളും മനസ്സിലാക്കണമെന്നും പറയുന്നുണ്ട് ദേശാഭിമാനി. എന്തായാലും RSSനെയും സർവകലാശാല വിസിയെയും ഗവർണറെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ദേശാഭിമാനി രംഗത്ത് വരുന്നത്. ഓരോ ദിവസവും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോ നടക്കുന്ന ഈ തർക്കങ്ങളിലും സംഘർഷങ്ങളിലും ഒരു അടി പോലും പിന്നോട്ടില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ലേഖനം അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ നൽകുന്നത്. ദിവ്യ, ശരി.